നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് റെഡിമെയ്ഡ് ബ്ലൗസ് കാണാം. സ്കിൻ ഫിറ്റ് ബ്ലൗസ്. ഈ ബ്ലൗസ് വാങ്ങിക്കാൻ പോകുന്നവർ വാങ്ങിക്കുന്നതിന് മുന്നേ ഉറപ്പായിട്ടും ദയവായി ഈ പറയുന്നത് കേൾക്കണം. ഈ കഴിഞ്ഞ പ്രാവശ്യവും ഞാൻ എല്ലാ പ്രാവശ്യവും വിശദീകരിച്ച് പറയുന്നുണ്ട്, പലരും സ്കിപ്പാക്കിയിട്ട് പോയിട്ട് പിന്നെ ഈ ഓർഡർ എടുക്കാണ്ടിരിക്കുമ്പോൾ നമുക്ക് നല്ല പാടാണ്. അന്നേരം ഈ ഡൗട്ട്സ് മുഴുവൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നതിലും ഞാനല്ല ഒന്നാമത് ഓർഡർ എടുക്കാണ്ടിരിക്കുന്നത്, ഞാനന്നോർത്താണ് ചോദിക്കുന്നത്. സ്റ്റാഫിന് അത്രയും ചിലപ്പോൾ പറഞ്ഞു തരാൻ പറ്റത്തില്ല. പിന്നെ രണ്ടാമത് ഒരു ബ്ലൗസ് വയ്ക്കാൻ വേണ്ടി നമുക്ക് ഒത്തിരി നേരം സ്പെൻഡ് ചെയ്ത് കളയാനും പറ്റത്തില്ല. ഒരു മിനിറ്റ്. ഒത്തിരി നേരം. അതുകൊണ്ട് നിങ്ങൾ ഇത് കേൾക്കുവാണെങ്കിൽ എളുപ്പമുണ്ടല്ലോ. അതായത് ഇതിപ്പം XXL സൈസ്, അതായത് ഫ്രീ സൈസാണ് ഈ ബ്ലൗസ്. XXL സൈസ് വരെ നമ്മുടെ കുർത്തി സൈസ്, ബ്രാ സൈസ് അല്ല. വീണ്ടും ഞാൻ പറയാം, ബ്രാ സൈസ് അല്ല. കുർത്തി എടുക്കുമ്പോൾ നമ്മൾ XXL, അതായത് 44 സൈസ് വരെയുള്ള ആർക്കും 30 ആട്ടെ, 32 ആട്ടെ, 34 ആട്ടെ, 36 ആട്ടെ, 38 ആട്ടെ, 40 ആട്ടെ, 42 ആട്ടെ, 44 വരെയുള്ള ആർക്ക് വേണമെങ്കിലും ഇത് ഉപയോഗിക്കാം. അപ്പം 30 സൈസുള്ള ഒരാൾ 44 സൈസ് ഇട്ട് കഴിഞ്ഞാൽ അത് ലൂസായിരിക്കില്ലേ എന്ന് നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളുടെ മനസ്സിലൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ അതിനെന്നെ എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കയ്യിൽ ഇതിട്ടിട്ട് ഇച്ചിരി ലൂസാണെന്ന് തോന്നുവാണെങ്കിൽ ആ ഷേപ്പ് എത്രയാണോ എന്ന് വെച്ച് ഇവിടെ അടിച്ചാൽ മാത്രം മതി. ഇത് സ്കിൻ ഫിറ്റ് ബ്ലൗസാണ്. ഒരു നോർമലി ഉള്ള 90% ആൾക്കാരുടെയും ശരീരത്തിനനുസരിച്ച് അത് ആ ഒരു രീതിക്കായിട്ട് വരും. ഇത് കണ്ടോ, ഇതിപ്പോൾ XXL ആണ്. എൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ ലാർജിനും XL-നും ഇടയ്ക്കാണ്. എനിക്ക് XL വേണ്ടാതാനും ലാർജ് പറ്റത്തുമില്ല, അങ്ങനെ ഒരു സൈസാണ്. പക്ഷേ XXL സൈസാണ് ഞാൻ ഇതിട്ടിട്ട് കറക്റ്റ് ഫിറ്റിങ്ങാണ് അല്ലേ. അതുപോലെ ഒന്നാമത്തെ കാര്യത്തിനെ കഴിഞ്ഞ് ആദ്യം പറയേണ്ട ഇതല്ലായിരുന്നു. ഇതിന് റിട്ടേൺ ഇല്ല, എക്സ്ചേഞ്ച് ഇല്ല, റീഫണ്ട് ഇല്ല, ഒരു സംഭവങ്ങളും ഇല്ല. ഇത് നിങ്ങൾക്ക് 100% ഓക്കെയാണ്. നിങ്ങളുടെ സ്വന്തം കോൺഫിഡൻസിലെടുത്താൽ മതി. നിങ്ങൾ പരീക്ഷിക്കാനോ അല്ലാതെയോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ എടുത്തോളൂ. പക്ഷെ പിറ്റേ ദിവസം അത് നിങ്ങളുടെ ശരീര ഷേപ്പ് നമുക്കറിയില്ല, നമുക്ക് സൈസ് പറഞ്ഞു തരാനും അറിയത്തുള്ളൂ. ആരും ഒരു കംപ്ലൈൻറ്റും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇന്നലെ ആരാണ്ട് ഒരു കംപ്ലൈൻറ്റ് പറയുന്നത് കേട്ട് നമ്മൾ L സൈസ് കൊടുത്തു. അതിന് ഞങ്ങൾക്ക് L സൈസ് വന്നിട്ടില്ല, XXL മാത്രമേ വന്നിട്ടുള്ളൂ. വീഡിയോയുടെ അരയും മുറിയും കണ്ടിട്ട് ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവരുടെ ശരീര ഷേപ്പ് ചിലപ്പം അത് ഭയങ്കരമായിട്ട് വലുതായിരിക്കും. ഒരെണ്ണം പറ്റും, ഒരെണ്ണം പറ്റിയല്ല എന്ന് പറയുന്നത് അതെന്നാന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എല്ലാം ഒരു സൈസാണ്. നമുക്ക് എന്തിനാണ് എല്ല് കാണാൻ ചേട്ടത്തി കാണിച്ച് അടിയത്തി കെട്ടിക്കേണ്ട കാര്യമേ ഇല്ല ഇതിനകത്ത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് എത്രയോ മനുഷ്യർ ഇതൊന്ന് കൊണ്ടുപോകാന്ന് സത്യം ഞാൻ പറയാം കേട്ടോ. ഇതിന് ഞാൻ കൊണ്ടുവരാത്തന്നെ വെച്ചാൽ ഇത് വിൽക്കണമെങ്കിൽ നല്ല പാടാണ്. ഇവിടുന്ന് എല്ലാ ക്വസ്റ്റ്യൻസ് വരുമ്പോണ്ട് നമുക്ക് മറുപടി പറയാൻ പറ്റത്തില്ല. അതിന് മാത്രം 299, 320 അങ്ങനെ ഏതാണ്ട് റേറ്റിനുള്ളത്. എത്ര രൂപ ലാഭം കിട്ടും നമുക്കറിയാമല്ലോ. എന്നാലും ആൾക്കാരുടെ ആവശ്യമല്ലേ നമുക്ക്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. നമ്മുടെ ഗീവ് അവേ നടക്കുകയാണ്. നല്ല കമൻസിനും നല്ല സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും ഉള്ള ഗീവ് അവേ. ഓരോന്നിനും 1000 വീതമുള്ള ഇസബല്ലയുടെ ഗിഫ്റ്റ് വൗച്ചറായിരിക്കും സമ്മാനം. പിന്നെ ഇത് റിട്ടേൺ ഇല്ല, എക്സ്ചേഞ്ചിൽ. ഇത് ഏകദേശം 20 കളറോളം കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടത് ഇപ്പം നിങ്ങൾക്ക് ഒരു 5 ബ്ലൗസ് വേണമെങ്കിൽ 5 ബ്ലൗസിൻ്റെ ഫോട്ടോ അയക്കണം. എന്നിട്ട് ആ 5 ബ്ലൗസിൽ ഒരെണ്ണം കിട്ടിയാലും നിങ്ങൾക്ക് അടുത്ത ഇഷ്ടപ്പെട്ട ഒരെണ്ണം ഏതെങ്കിലും ഒരെണ്ണം. ചിലർക്ക് 20 എണ്ണം ഉണ്ടെങ്കിൽ 20 എണ്ണത്തിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കും, 20 എണ്ണം ഇങ്ങോട്ട് അയക്കും. എന്നിട്ട് പറയും 2 എണ്ണം വേണമെന്ന്. അങ്ങനെ ചെയ്യരുത് കേട്ടോ. ഞാനെല്ലാം വലിയ നിയമാവലി എടുക്കുകയല്ല കേട്ടോ, ജാട ഇടുകയല്ല. ഇതൊക്കെ നമുക്കൊന്ന് സംഭവം ഒന്ന് ഓടിച്ച് കൊണ്ടുപോകണ്ടേ. അതുകൊണ്ട് മാത്രം ആ ഒരു നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതും ഉള്ള കാര്യങ്ങളും ഞങ്ങൾക്കത് വലിയ ഗുണമാകുമെന്നുള്ള വിചാരിക്കുന്ന കാര്യങ്ങളും മാത്രമാണ് ഞാൻ പറയുന്നത്. അല്ലാതെ വിദ്യ വലിയ ഡിമാൻഡ് എടുക്കുക അങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നവരുണ്ട്. അപ്പോൾ ഇതാണ് ബ്ലൗസ്. XXL ആണ്. ആദ്യത്തെ കളർ ഇത് റാണി പിങ്കിൽ നല്ലൊരു സ്റ്റഫും കൂടെയാണ് കേട്ടോ. ഇത് ബനിയനാണെന്ന് നമ്മൾ പറഞ്ഞാൽ മാത്രമേ അറിയത്തുള്ളൂ. ഇത് നല്ല ഒരു ക്രേപ്പിൻ്റെ ഞാൻ പറയുന്നില്ല കേട്ടോ, ബനിയൻ സ്റ്റഫ് തന്നെയാണ്. സ്കിൻ ഫിറ്റ് എന്ന് പറയുമ്പോൾ തന്നെ അങ്ങനെയാണല്ലോ. ഇതിൻ്റെ ലെങ്ത്ത് ഉണ്ട്. നമ്മൾ ബ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ ഇത്രത്തോളം വരും. ഇതിൻ്റെ ഓരോന്നിൻ്റെയും നമ്മൾ ലെങ്ത്തോ വിഡ്ത്തോ ഒന്നും അളത്തോ നോക്കിയിട്ടില്ല, അളന്ന് നോക്കാനും പറ്റത്തില്ല. ഇതാണ് ഒരു സ്റ്റാൻഡേർഡ് സൈസിൽ ചെയ്യുന്നതാണ്. ഒരു മനുഷ്യൻ പോലും എനിക്ക് ഒരാൾ മാത്രം അത് ലാർജ് സൈസാണ്, നിങ്ങൾ എക്സ്ചേഞ്ച് എടുക്കത്തില്ലെന്ന് പറഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞ് ലാർജ് സൈസ് നമുക്ക് വന്നിട്ടില്ലാത്ത സാധനം നമ്മൾ എങ്ങനെ കൊടുക്കും? അങ്ങനെ കൊടുക്കേണ്ട കാര്യവുമില്ല ഇത്. കാരണം അതിൽ ആയിരക്കണക്കിന് ആൾക്കാർക്ക് അത് കിട്ടാൻ വേണ്ടി നിൽക്കുന്നവരുണ്ട്. ആദ്യത്തെ കളർ ഇത് റാണി പിങ്ക്. ഇത് പിന്നെ
ഇപ്പം ഇതും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞായോണ്ട് കേട്ട് കേട്ട് ബോറടിക്കുന്നുണ്ടായിരിക്കും അല്ലേ. എന്നാന്ന് ചോദിച്ചാൽ ഇതിന് ഫ്രണ്ട് ഓപ്പൺ ഒന്നും ഇല്ല കേട്ടോ. അറിയത്തില്ലാത്ത ആൾക്കാർക്ക് വേണ്ടി ഞാൻ പറയുന്നത്, ഫ്രണ്ട് ഓപ്പൺ ഇല്ല. ഇത് നമ്മൾ ബനിയൻ കയറ്റിയിടുന്ന പോലെ കയറ്റിയിടും. നല്ല ബോഡിക്ക് നല്ല ഫിറ്റായിട്ട് നല്ല കറക്റ്റായിട്ട് നമ്മുടെ ഷേപ്പ് എന്താണോ ആ ഷേപ്പിനനുസരിച്ച് ഇത് വരും. അതാണ് ഇതിൻ്റെ സ്കിൻ ഫിറ്റ് എന്ന് പറഞ്ഞത്. യെല്ലോ നല്ലൊരു യെല്ലോ കേട്ടോ. നല്ല യെല്ലോ എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ്. ഇത് മസ്റ്റാർഡല്ല, മാംഗോയല്ല, ഗോൾഡനും അല്ല, നല്ല യെല്ലോയാണ്. ഞങ്ങളിത് അയക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾക്കിത് മാറിപ്പോവില്ല. ഞങ്ങളിത് അയക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇത്തലെല്ലാം നമ്പറുണ്ട്. ഓരോന്നത്തേലും ഞങ്ങൾ 1, 2, 3 നമ്പർ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ സ്ക്രീനിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുമ്പം ഞങ്ങൾ ആ നമ്പറാണ് നോക്കുന്നത്. പടം പോലും നോക്കത്തില്ല, ആദ്യം നമ്പർ നോക്കി അത് ഉറപ്പാക്കും. അപ്പം നിങ്ങൾ അയക്കുമ്പോൾ എന്നെ എടുക്കണം, നമ്പർ കൂട്ടി അയക്കണം കേട്ടോ. ഇതിൻ്റെയൊക്കെ കളർ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കളർ ഇത് ഒരു പേസ്റ്റൽ കളർ കേട്ടോ, നല്ല കളറാണ്. അപ്പോൾ ഇതിനൊക്കെ പറ്റുന്ന ഈ കളറിൻ്റെ പ്ലെയിൻ സാരിയും കൂടി ഒക്കെ ഇടുവാണേലുണ്ടല്ലോ. പ്ലെയിൻ സാരി ജോർജറ്റിൻ്റെ എടുക്കണം. ഞാൻ പറഞ്ഞിട്ട് വിചിത്ര സിൽക്കൊന്നും എടുക്കരുത്. ജോർജറ്റിൻ്റെ പ്ലെയിൻ സാരി ഈ കളർ എടുത്തിട്ട് എന്തെങ്കിലും ചെറിയ വർക്കുകളൊക്കെ ആയിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇതും കൂടെ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ എന്നാ രസം എന്ന് പറയുക. ഒരു സ്കിൻ ബിസ്ക്കറ്റ് കളർ എന്നൊക്കെ പറയാം. അതിൻ്റെ ഒരു ലൈറ്റ് ബിസ്ക്കറ്റിൻ്റെ കളറല്ല, അതിൻ്റെയൊക്കെ ഒരു ലൈറ്റ് വൈറ്റ്, ക്രിസ്മസ് വൈറ്റ് അല്ല, ഓഫ് വൈറ്റ് അല്ല, ഓഫ് വൈറ്റ്. ഡിസൈൻ മാത്രം നോക്കിയാൽ മതി. കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന ബ്ലൗസിൻ്റെ മെറ്റീരിയലൊക്കെ തന്നെയാണ് ഏകദേശം. മറ്റേതിനെ കഴിഞ്ഞ് ഇച്ചിരി കൂടെ ഒരു നല്ല എന്നാ പറയുന്നത്, ഒരു ഇച്ചിരി കൂടെ ഒരു ക്വാളിറ്റി ഉണ്ട്, മെറ്റീരിയൽ കൂടുതലുണ്ട്. അതെന്നാന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇത് എത്രയാണ് ശരീരത്തോട്ട് കയറ്റി നോക്കിയത്. അപ്പോൾ എനിക്ക് അറിയാലോ ഞാൻ എത്രയാണ് എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് അറിയാം. എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. എന്നിട്ട് കസ്റ്റമേഴ്സൊക്കെ ചോദിക്കുമ്പോൾ തികയാതെ വന്നിട്ടേ സ്റ്റാഫൊക്കെ പറയാം എടുത്ത് വെച്ചേക്കുന്ന കൂട്ട് കൊടുക്കട്ടെ എന്ന്. ഞാൻ സമ്മതിക്കത്തില്ല, എനിക്ക് വേണം അത്. എപ്പോഴേലും ഒക്കെ നമുക്ക് ഇനി നാളെ തോന്നുന്നു എനിക്ക് സാരി എടുത്തുകൊണ്ട് നടക്കണമെന്ന് തോന്നുവാണെങ്കിൽ എന്നാ അല്ലേ. ഒന്നേരം ചിലപ്പോൾ ഇത് കിട്ടിയെന്ന് പറയുന്നത് നല്ല ഒലിവ് ഗ്രീൻ, ചെറുപയർ പച്ച, എല്ലാ കളറും നല്ല കേട്ടോ. എല്ലാ കളർ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചത് 17 18 കളർ എടുത്ത ആൾക്കാരുണ്ട്. ഞാൻ വെറുതെ പറയുന്നില്ല, 18 കളർ എടുത്ത ആൾക്കാരുണ്ട്. എന്തിനാന്ന് എനിക്കറിയത്തില്ല കേട്ടോ, നമുക്കത് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. ലാവണ്ടറിൻ്റെ ഒക്കെ ഒനിയൻ്റെ കളറെന്ന് പറയാൻ പറ്റത്തില്ല. ലാവണ്ടറിൻ്റെ ഒക്കെ ഒരു നല്ല പേസ്റ്റൽ ചാർട്ട്. ഇതേ കൂടെ പോയിരിക്കുന്ന ഒരു ഗോൾഡൻ പ്രിൻ്റാണ് കേട്ടോ. ഇളകിയൊന്നും പോകുന്നൊന്നും ആണെന്ന് തോന്നുന്നില്ല. ഇളക്കി നോക്കാം, പോകുന്നില്ല, ഇളകൊന്നുമില്ല. എൻ്റെ മാക്സിമം കേട്ടോ ഞാൻ വലിക്കുന്നത്, ഇളകി പോകത്തില്ല കേട്ടോ. ഞാനിത് സത്യം പറഞ്ഞാൽ ഇത് പർച്ചേസ് ചെയ്തതേ ഉള്ളൂ, കണ്ടതേ ഉള്ളൂ. പിന്നെ ഇപ്പോഴാണ് ഇതിനെ കാണുന്നത്. പർച്ചേസ് ചെയ്യുമ്പോൾ ഇത് കളേഴ്സ് എല്ലാം കണ്ട് ഇത്രയും കളറുണ്ടെന്ന് കണ്ട് ബോധ്യപ്പെട്ട് വരുത്തിയതാണ്. ഗോൾഡൻ യെല്ലോ, ചിക്കു ഷെയ്ഡ്. പിന്നെ ഞാൻ പറയുന്നത് ഇത് വാങ്ങിക്കുന്ന ഇപ്പോൾ XXL ആണെന്ന് പറഞ്ഞാൽ XL ആണെന്ന് പറഞ്ഞാൽ ശരീരപ്രകൃതം വ്യത്യാസമുള്ളവരാണ് എല്ലാവരും. അപ്പോൾ നിങ്ങൾ ഒരിക്കലും അതല്ല, നിങ്ങളുടെ ശരീരപ്രകൃതത്തിന് ഇപ്പോൾ നിങ്ങൾക്കറിയാലോ കൈക്ക് ഭയങ്കര ഓവറായിട്ട് വണ്ണം അല്ലേ, ബോഡിയെ കഴിഞ്ഞ് വണ്ണം കൂടുതലുള്ളവരുണ്ട്. അതുപോലെ ഇവിടെ ഒക്കെ ഒത്തിരി ഫ്ലാപ്പൊക്കെ ഉള്ളവരുണ്ട്. അങ്ങനെയുള്ളവരൊക്കെ അത് നോക്കിയും കണ്ടുമൊക്കെ എടുക്കാവുള്ളൂ. ഞാൻ നിർബന്ധിക്കത്തില്ല എടുക്കാൻ, നിങ്ങളുടെ റിസ്കിൽ എടുക്കുക, അതേ എനിക്ക് പറയാനുള്ളൂ. ഇതിൻ്റെ പുറകെ നാളെ ഒരു ഇത് പറ്റത്തില്ല. ഒരു സൈസ് നല്ല റെഡ്, ഇതിൻ്റെ തന്നെ വേറൊരു റെഡും വരുന്നുണ്ട്. ഞാനത് രണ്ടും കൂടെ ഒന്നിച്ച് വെച്ച് കാണിക്കാം. രണ്ടും രണ്ടാണ്. അപ്പം ഉണ്ട് ഇതല്ലേ. അപ്പം എന്നാന്നറിയാമോ, ആ നമ്പർ നോക്കി ഞങ്ങൾ സെലക്ട് ചെയ്യുള്ളൂ. നിങ്ങൾ നമ്പർ കൂട്ടി തന്നെ സ്ക്രീൻഷോട്ട് അയക്കണം. ഇത് ഡാർക്ക് റെഡ്, ഇച്ചിരും കൂടെ കൂടി വേറെ റെഡും കൂടെ വരുന്നുണ്ട്. കണ്ടോ, നല്ല രസമല്ല ഇത്തരം ആ ഗോൾഡൻ നിൽക്കുന്ന കാണുമ്പോൾ. ക്രിസ്മസിന് നല്ലതാണ്. ക്രിസ്മസിന് മാത്രമല്ല, കേരള സാരിയൊക്കെ കൊടുക്കുമ്പോഴൊക്കെ വെറൈറ്റി ആയിട്ട് ഈ ബ്ലൗസ് നല്ല കേരള സാരിക്ക് നല്ല പ്ലെയിൻ സാരിക്ക് പറ്റും. പിന്നെ നമുക്ക് പർപ്പിൾ, നിങ്ങൾ ഇതിനൊക്കെ ഓരോ സാരി എടുക്കും. പിന്നെ പിള്ളേർക്ക് ചിലർക്കൊക്കെ ഇത് ക്രോപ്പ് ടോപ്പായിട്ടും പറ്റും, ചെറിയ പെൺകുട്ടികൾക്കൊക്കെ. എൻ്റെ ഇത് ഒരു ടൈറ്റായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് എൻ്റെ ഡ്രസ്സിൻ്റെയും കൂടെ മേളിലല്ലേ കയറുന്നത്. എൻ്റെ കയ്യിലോട്ട് ഡയറക്റ്റാണ് കയറുന്നെങ്കിൽ അത്രയും ഇത് വരത്തില്ലേ. ഇത് ഫ്രണ്ടിൽ ഇങ്ങനെ പ്രിൻസസ് കട്ട് ഇട്ട കാണിച്ചാൽ ശരിയാവില്ല. റൈറ്റ് സൈഡ് കാണിക്കണം. ബോട്ടിൽ ഗ്രീൻ, അയ്യോ കമൻ്റൊക്കെ വായിച്ച് ഞാൻ ചിരിച്ച് ആരാണ്ട് അംഗനവാടി പിള്ളേർ
സ്റ്റേജെ കയറ്റി നിർത്തിയേക്കുന്നു, എന്നെ കയറ്റി നിർത്തിയേക്കുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിള്ളേരുടെ നിഷ്കളങ്കത എന്ന് പറഞ്ഞാൽ എന്നെ അതൊക്കെ ഉണ്ടെന്ന് ഇത്രയും പ്രായമുള്ള എന്നെ പറ്റി പറയുമ്പോൾ അതെനിക്ക് നല്ലതല്ലേ, എനിക്ക് അതിഷ്ടമാണ്. ഞാൻ സത്യമായിട്ട് അങ്ങനെ ഞാൻ ശരിക്കും പറയല്ലേ, ഞാനൊരു തുറന്ന പുസ്തകമാണ്. എനിക്ക് ദേഷ്യം വന്നാൽ ദേഷ്യം കാണിക്കും, കരച്ചിൽ വന്നാൽ ഞാൻ കരയും, എനിക്ക് പൊട്ടിച്ചിരിക്കേണ്ട വന്നാൽ ഞാൻ പൊട്ടിച്ചിരിക്കും. അതാ എൻ്റെ പ്രകൃതി. നല്ലതാണേലും ചീത്തയാണേലും ഞാനതാ. ലൈറ്റ് പൗഡർ ബ്ലൂ, ഇതാണ് ഞാൻ മുമ്പേ പറഞ്ഞ റെഡ്. വേറൊരു റെഡ് ഇപ്പം അതിനകത്ത് നിന്ന് എടുക്കാൻ പറ്റത്തില്ല അല്ലേ? കുഴപ്പമുണ്ടോ? എന്നാന്നറിയാം, നമ്പർ അനുസരിച്ചാണ് പൊക്കോണ്ടിരിക്കുന്നത്. ഇത് കണ്ടോ, ഇത് ഒറ്റയ്ക്ക് കണ്ടാൽ നിങ്ങൾ ഓർക്കും ഒന്നാന്ന്. അല്ല, കഴിഞ്ഞ പ്രാവശ്യം പലർക്കും ആരക്കണ്ടൊക്കെ പറഞ്ഞിട്ട് അവരെന്നറിയാം, അവരുടെ ഫോട്ടോ കാണുമ്പോഴത്തേനുമേ ഡാർക്കാണ് ലൈറ്റാന്ന് തോന്നുന്നു. ഡാർക്കും ലൈറ്റും അല്ല, നമ്മൾ നമ്പർ മാത്രമേ നോക്കത്തുള്ളൂ, സാധനം മാറത്തില്ല. അത് നമ്മൾ 100% എൻഷുർ ചെയ്യും. ഇതിനൊരു പീച്ചിൻ്റെ ഒരു സംഭവം കലർന്ന്, ചാമ്പയ്ക്ക പീച്ചില്ല, ആ ഒരു പീച്ചിൻ്റെ കലർന്ന കളറാണോ എന്ന് ചോദിച്ചാൽ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയാൽ തോന്നും. നമ്മൾ റെഡാണെന്ന് മനസ്സിൽ വിചാരിച്ച് നോക്കിയാൽ റെഡാണെന്ന് തോന്നും. എനിക്ക് മടുത്തു. എന്നേലും പറയാൻ തുടങ്ങി കഴിയുമ്പോഴും മടുത്തു എന്നുള്ളൊരു പറച്ചിൽ തുടങ്ങും അല്ലേ? മടുപ്പൊക്കെ ഉണ്ടായിട്ട് തന്നെയാണ് ചുമ്മാ പറയുന്നത്. ഈ കുഞ്ഞി തലയല്ലേ, കുറച്ച് കഴിയുമ്പോൾ മടുത്തും സിഗ്നൽ അവിടുന്ന് തരും. ഞാൻ അപ്പോൾ പറയും പറ്റത്തില്ല. നമ്മൾ തിരിച്ചു പറഞ്ഞാൽ മതി. കണ്ടോ, ബ്ലാക്ക് ആണേ. പീച്ച്, ലൈറ്റ് പീച്ച്. ഡെയിലി പോകേണ്ടവരൊക്കെ എല്ലാം ഓരോ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കാൻ വെക്കണ്ടേ, ഇത്രയല്ലേ? ലൈറ്റ് പീച്ച് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു, എൻ്റെ നോട്ടത്തിൽ കാണുന്നവൻ്റെ കണ്ണിലാണല്ലോ സൗന്ദര്യം. എനിക്ക് സൗന്ദര്യം തോന്നുന്നു, നിങ്ങൾക്ക് സൗന്ദര്യം എന്ന് തോന്നണമെന്നില്ലല്ലോ. എനിക്ക് ശരിയെന്ന് തോന്നുന്നത് മറ്റുള്ളവർക്ക് ശരിയെന്ന് തോന്നണമെന്നില്ലല്ലോ, അല്ലേ? റോസ്, ബേബി പിങ്ക്, ലൈറ്റ് ഷെയ്ഡ് ഇടുമ്പോൾ ഇങ്ങനത്തെ ഇട്ടിട്ട് ഡാർക്ക് കളറുള്ള ഇതിനൊക്കെ പർപ്പിളില്ലേ, ശരിക്കും ഞാൻ പറയുന്നത് പർപ്പിൾ കളർ. അങ്ങനെ നമ്മൾ പുതിയതായിട്ട് ഇന്നോവേറ്റ് ചെയ്ത് നോക്കിക്കേ. പർപ്പിൾ കളറുള്ള പ്ലെയിൻ സാരിയോ പർപ്പിൾ മിക്സ് ആയിട്ടുള്ള പ്ലെയിൻ സാരിയോ ഒക്കെ നല്ലതായിട്ട് ചേരും. അങ്ങനത്തെ ലൈറ്റ് കളർ എടുക്കുമ്പോൾ, ഡാർക്ക് ഷെയ്ഡ് എടുക്കുമ്പോൾ ഡാർക്കും കൂടി ചേരുകയെന്നല്ല, കോഫി കളർ. എനിക്ക് ബ്ലൗസ് കാണിക്കാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമാണ്. ഒന്ന് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എളുപ്പമുണ്ട് സംഭവം, പെട്ടെന്ന് ഇതിങ്ങനെ മടക്കി പിഴിച്ച് നൂർത്തൊന്നും വരണ്ട. പക്ഷെ ഇത് അത്ര എണ്ണ ഉള്ളതുകൊണ്ടേ ആഷ് കഴിയാം. നേവി ബ്ലൂ ഡാർക്ക് ഷെയ്ഡ് വരുമ്പോൾ നല്ല പ്രിന്റ് എടുത്തറിയാം. എന്താ പ്രിൻസസ് കട്ടാണ്. പ്രിൻസസ് കട്ട് എന്ന് പറഞ്ഞാൽ അറിയാലോ. ഇത് അറിയത്ത് 100 കണക്കിന് ആൾക്കാർ പല സ്ഥലത്തും പല ഏരിയയിലും ഇരുന്ന് കാണുന്നവരായതുകൊണ്ടാണ് ഞാനിതെല്ലാം വിശദീകരിക്കുന്നത്. അറിയാവുന്നവർക്ക് ദേഷ്യം വരുമായിരിക്കും. ഇത് കണ്ടോ, ഇങ്ങനെ വരുന്ന കട്ടിനാണ് പ്രിൻസസ് കട്ട് എന്ന് പറയുന്നത്. അങ്ങനെ പ്രിൻസസ് കട്ടാണ് ഇത്. ബനിയൻ മെറ്റീരിയലാണ്. നമ്മൾ ഫ്രണ്ട് ഓപ്പണും ഇല്ല, ബാക്ക് ഓപ്പണും ഇല്ല. നമ്മൾ ഒരു ഉടുപ്പ് ഇടുന്ന പോലെ എന്നാ പറയുന്നത്, ബനിയൻ ശരീരത്തോട്ട് കയറ്റി ഇടുന്ന പോലെ കയറ്റി ഇടുക. ഇപ്പോൾ ഈ പാഡൊക്കെ ഉള്ള പ്രായമാണെങ്കിൽ കുറച്ചും കൂടെ നല്ല ഷേപ്പിൽ ഇരിക്കും. അങ്ങനെയുള്ള ഡൗട്ടൊക്കെ ഉള്ളവരുണ്ട്. അത് നമ്മുടെ ഒരു കോമൺ സെൻസ് ഉപയോഗിച്ച് അത് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ആരും ഞാൻ പറയില്ലേ, കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞൊരു സാധനം ഇതെന്ത് സാധനം എന്ന് പറഞ്ഞേ ഇല്ല. പിന്നെ ഇടാൻ ഭയങ്കര കംഫർട്ടാണെന്നാണ് ഇട്ടുകൊണ്ട് നടക്കുന്നവർ പറയുന്നത്. ഞാനിങ്ങനെ എടുത്തു വെച്ചല്ലാതെ ഞാനിത് ഇട്ട് നോക്കിയിട്ടില്ലാത്തതുകൊണ്ട് അതിനെപ്പറ്റി ഞാൻ പറയുന്നത് ആണെന്നാണ് എല്ലാവരും പറയുന്നത്. ഇത് നമ്മുടെ റീസ്റ്റോക്ക് ആട്ടോ, കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നതിൻ്റെ റീസ്റ്റോക്ക്. ഇതും XXL സൈസ്. ഞാൻ കഥകളെല്ലാം പറഞ്ഞാണല്ലോ. സാധനം ഇത് മുമ്പേ കാണിച്ചത് തന്നെ, അതിൻ്റെ പ്രിന്റിൽ വ്യത്യാസം. ഇതൊന്നും ഓൾറെഡി കാണിച്ചതാണെന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഏറ്റവും ഇനി 1-2 കളറും കൂടെ കാണിക്കാൻ ഇത് ഇടാം ഇരിപ്പുണ്ട്, പക്ഷെ കാണിക്കുന്നില്ല. അതിനാകെ 2-3 പീസേ ഉള്ളൂ. അതൊക്കെ എടുത്ത് കാണിച്ചു കഴിഞ്ഞാലേ വലിയ പണിയാവും. പണിയെന്ന് പറഞ്ഞാൽ അന്നൊന്നര പണിയാണ്. നമ്മൾ ഓർക്കും നിസ്സാരം വന്നു, പക്ഷെ ബ്ലൗസ്, ബെഡ്ഷീറ്റ്, പ്ലെയിൻ സാരി, ഇതൊക്കെ ഇതിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. റെഡ്, നല്ല ചില്ലി റെഡ് കേട്ടോ.
ഇത് റീസ്റ്റോക്കാണ്, നേരത്തെ കാണിച്ചത്, അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പറഞ്ഞതാണ്. മെറൂണ് ഞാനിതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ മെറൂണൊക്കെ എന്നാ രസമല്ലേ, ഓ എന്നാ രസമാണെന്നറിയാം. ഇത് മേടിച്ചിട്ടുള്ളവർക്ക് മനസ്സിലായി, മേടിക്കാത്തവരുണ്ടല്ലോ ഈ കളർ. ഞാൻ മേടിക്കാൻ വേണ്ടി പറയല്ലോ കേട്ടോ. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. നല്ലൊരു സിൽവർ ലൈനുമായിട്ടൊരു പാർട്ടി വെയർ ബ്ലൗസ് ഇട്ട് ടച്ചാ. ഈ ഒരു ബ്ലൗസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി കൂടെ ഐഡിയ ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ കൂട്ടത്തി എന്നാലും വലിയ സിമ്പിളായിട്ടുള്ളൊരു സാരി വാങ്ങിച്ചിട്ട് നല്ലൊരു ഓർണമെൻറ്റ്, ഇപ്പോൾ ഇതുപോലെ സിമ്പിളായിട്ടുള്ളൊരു പേളുമാലയോ അങ്ങനത്തെ ഒക്കെ കൂടി ഇട്ട് കഴിഞ്ഞാണ്ടല്ലോ നമ്മുടെ വളരെ കുറഞ്ഞ ബഡ്ജറ്റിൽ നമുക്ക് നല്ല വെറൈറ്റി ലുക്കിൽ പാർട്ടിക്കൊക്കെ പോവാം, ഫംഗ്ഷനൊക്കെ പോവാം. അല്ലാതെ കുറേ പട്ടും പൊന്നും നോ കമൻറ്റ്സ് പറയാൻ പറ്റത്തില്ല. ഇഷ്ടമുള്ള ആൾക്കാർ ധാരാളം ഉണ്ട്. അപ്പം ഞാൻ അങ്ങനെയൊന്നും എൻ്റെ ഇഷ്ടങ്ങളൊന്നും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കണം, എഴുന്നേതല്ലേ പറയുന്നത് തെറ്റൊന്നുമില്ല. ഇതെന്തോ ഈ കാണിക്കുന്നത്, ഇവിടെ കാണിക്കുന്ന ഗോഷ്ഠികളൊന്നും ഞാൻ പറയുന്നില്ല. അപ്പം കമൻറ്റ്, സബ്സ്ക്രൈബ് ഇതെല്ലാം ചെയ്ത് ഗിഫ്റ്റ് വോച്ചറൊക്കെ വാങ്ങിക്കണം. വീണ്ടും എല്ലാവരുടെയും ഭയങ്കരമായിട്ടുള്ള സ്നേഹവും കോപ്പറേഷനും ഒക്കെ പ്രതീക്ഷിക്കുന്നു. എല്ലാവരുടെയും സ്നേഹത്തിന് ഒരുപാട് നന്ദി. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.